ഹലോ നമസ്കാരം. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ പറയാം. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഭക്ഷണം ഇരുന്ന് കഴിക്കുകയാണല്ലോ, ബിരിയാണി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മലേഷ്യയിലെ കാര്യം എടുത്തിടുകയാണ് സച്ചി. ഇത് പുറത്തുനിന്നുള്ള ഒരാൾ വന്നാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയതെന്ന് പറയുകയാണ്. അപ്പോൾ എവിടുന്ന് അറേബ്യയിൽ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സുധി ചോദിക്കുമ്പോൾ അറേബ്യ എന്നാണോ മലേഷ്യനാണോ വന്നതെന്ന് എനിക്ക് അറിയില്ല എന്നിങ്ങനെ സച്ചി പറയുമ്പോഴാണ് ഈ മലേഷ്യ എന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല മലേഷ്യയിൽ നിന്ന് നിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് എന്തായി, നിൻ്റെ അച്ഛൻ എങ്ങടെ പോയത് എന്നൊക്കെ ചോദിച്ചാൽ ശ്രുതിയെ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും എനിക്ക് അറിയില്ല ആൻറ്റി, അച്ഛൻ്റെ എനിക്ക് അത്രേ അറിയുള്ളൂ പറയും. അപ്പോൾ നിൻ്റെ ഇളയച്ചനെ ചോദിക്കും, ഇളയച്ചനെ ഞാൻ വിളിച്ചു, ഇളയച്ചൻ എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും പിന്നെ അവരെവിടെ പോയി, മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയെന്നല്ലേ നീ പറഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് നേരെ അങ്ങോട്ട് തന്നെ പോയോ, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്ത് വന്നാലും വേണ്ടില്ല, നീ എന്നെ കുറേ നാളായി ഇതിൻ്റെ പേരിൽ പൊട്ടം കളിപ്പിക്കുന്നു, നിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ഇളയച്ചനോ ഇവിടെ എത്തണം, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണം. അപ്പോൾ രവി പറയും, ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കുക, ആദ്യം ഭക്ഷണം കഴിക്കുക, ആദ്യം അത് കഴിയട്ടെ, എന്നിട്ടല്ലേ പിന്നത്തെ കാര്യം നിന്നിട്ടല്ലേ എന്ന് പറയും. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് സത്യമാണെന്ന് ആർക്കും അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിനെ ഒന്ന് നോക്കുന്നുണ്ട്. കാരണം ഈ ശ്രുതി കിട്ടിയ ചാൻസ് വെച്ചിട്ട് ഈ സച്ചിനെയും രേവതിനെയും നല്ലോണം ഇട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചും അങ്ങോട്ട് കൊടുക്കേണ്ടതല്ലേ, അവർ പാവങ്ങൾ അധികം മിണ്ടാറില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുത്തിത്തോണ്ടിരിക്കും. അവൾ ഫുൾ കള്ളത്തരത്തിൻ്റെ ആളാണ്. ആ കള്ളത്തരം മറിച്ച് വെച്ചിട്ടാണ് അവൾ ഇവർക്കിട്ട് പണി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുന്നു പറഞ്ഞ പോലെ ഇവൾക്ക് ഇട്ടുള്ള അത് അറിയാതെ മലേഷ്യ എന്ന് വന്നു പോയത് സച്ചിയുടെ വായന്ന്. അതിലാണ് നമ്മൾ ചന്ദ്രപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മ പഴയ അമ്മയായി, കാരണം ബിരിയാണി എന്നപ്പോൾ അമ്മയുടെ സ്വഭാവം മാറി. അതുവരെ മകൻ ചോറ് വേണ്ട പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞ് ബഹളം വെച്ച ആൾ ബിരിയാണി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവൾ ശ്രുതി കിടക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ട് ചെല്ലിയാണ് വാതിലും തുറന്നിട്ട്. അപ്പോൾ പറയും നീ എന്താ ഈ നേരത്ത് കിടക്കുന്നത് എന്ന് ചോദിക്കും ചന്ദ്ര. അപ്പോൾ പറയും ഒന്നുമില്ല ബിരിയാണിയൊക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ക്ഷീണം പോലെ, അതുകൊണ്ട് കിടന്നിറങ്ങി. നിനക്ക് വല്ല കൂട്ടമുണ്ടോ, നീ എന്താ എന്നെ ഇട്ട് കളിപ്പിക്കുകയാണോ, നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നു, നീ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ, നിൻ്റെ അച്ഛൻ എവിടെ, അതോ നീ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതാണോ, നിനക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടോ മലേഷ്യയിൽ എന്ന് പറയും. അപ്പോൾ ഇവളിങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു അച്ഛനില്ല എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ പറയും പിന്നെ നീ എന്നെ ഇതേ കളിപ്പിക്കാനാണ് ഭാവങ്ങൾ, നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല, അത് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും അല്ല ആൻറ്റി എനിക്ക് അത്രയല്ലേ അറിയുള്ളൂ, എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചിട്ട് പോയതാണ്, അത് കാരണമാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് തെറ്റിപ്പോകുന്നത്, പിണങ്ങി പോകുന്നത്, പിന്നെ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ ഒരു ഇത് വന്നതുകൊണ്ട് മാത്രമാണ് എന്നോട് മിണ്ടിയത് എന്നൊക്കെ പറയും. എനിക്കറിയില്ല എന്താ സംഭവിച്ചത്, നിനക്ക് നിൻ്റെ അച്ഛൻ ശരി അച്ഛൻ അങ്ങനെ ചെയ്യില്ല, നിൻ്റെ ഇളയച്ചനൊന്ന് വിളിച്ചൂടെ എന്ന് പറയും. ഞാൻ വിളിച്ചിരുന്നു അറിയും, എന്നിട്ട് എവിടെ, നീ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആരുടെങ്കിലും മുന്നിൽ വെച്ചിട്ട് നീ വിളിച്ചിട്ടുണ്ടോ, ഇല്ലല്ലോ, നീ അപ്പോൾ പറയുന്നത് മുഴുവൻ കള്ളാണ്, നിനക്ക് അങ്ങനെ ഒരു അച്ഛനില്ല, എന്ത് വന്നാലും വേണ്ടില്ല ശ്രുതി നിൻ്റെ അച്ഛൻ നാട്ടിലെത്തിയിരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ ഇളയച്ചെങ്കിലും എത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ്, ഇല്ലെങ്കിൽ നിനക്കറിയില്ല ചന്ദ്രയുടെ സ്വഭാവം എന്നിട്ട് ചന്ദ്രയുടെ സ്വഭാവം മാറുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പേരും പറഞ്ഞ് ആ സച്ചിയും രേവതി എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ എന്നെ നാണം കെടുത്തി, നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് അവർക്കത് ഒരു നല്ല പിടിവള്ളിയാണ്, നിന്നെ ഞാൻ കൊണ്ടുവന്ന മരുമകളായതുകൊണ്ട്, അതുകൊണ്ട് എന്നെ അവർ വല്ലാതെ കളിയാക്കുന്നുണ്ട്, അത് ആ കളിയാക്കൽ മാറ്റണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് നീ ചെയ്തേ പറ്റൂ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ എന്താ പറയുക ചന്ദ്ര അങ്ങോട്ട് പോവുകയാണ്. അതായത് പിന്നെ കാണുമ്പോൾ നമ്മുടെ സച്ചി മുടി ഇങ്ങനെ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ രേവതി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരികയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വയ്ക്കും, അവർ ജീരകവെള്ളമാണ്, ബിരിയാണിയൊക്കെ തിന്നല്ലേ, അപ്പോൾ ദഹിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്തായാലും ബിരിയാണി എങ്ങനെയുണ്ട് എന്ന് വയ്ക്കും സച്ചി. നല്ല ടേസ്റ്റുള്ള ബിരിയാണി, ഇപ്പോൾ അടുത്തൊന്നും ഞാൻ ഇത്ര നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല അറിയും. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആ ഹോട്ടലിൽ നിന്ന് കഴിക്കാറുണ്ട്, റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അവരേതൊക്കെ റെസ്റ്റോറൻറ്റെന്നോ, അപ്പോൾ സച്ചിയേട്ടൻ്റെ ഒരു ഫ്രണ്ട് എന്തോ പ്രസാദമായിട്ട് തന്നതാന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോഴാണ് സച്ചി അബദ്ധം പറ്റിയ പോലെ നിൽക്കുക. അപ്പോൾ അത് പിന്നെ ഇത് പ്രസാദമായിട്ട് തന്നത് തന്നെയാണെന്ന് അറിയും. എന്നിട്ടിപ്പോൾ പറഞ്ഞ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം, അത് അറിയാതെ വന്നതാണ്
എന്ന് പറയും. അപ്പോൾ കുഴപ്പമില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. പിന്നെ ഇവൾക്ക് സത്യം പറ സച്ചിയേട്ടാ എവിടെ നിന്ന് അത് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അതേ എൻ്റെ ഒരു ഫ്രണ്ട് തന്നത്, പക്ഷെ അങ്ങനെ ഒരു ഫ്രണ്ടിനുള്ള കാര്യം എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയും കരീം എന്ന് പേരുള്ള ഒരു ഫ്രണ്ട്. അപ്പോൾ പറയും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ ഇപ്പോൾ നിനക്ക് അറിയോ ചോദിക്കുമ്പോൾ കാർ പാർക്കിൽ അങ്ങനെ ഒരാളില്ല പറയും. അല്ല കാർ പാർക്കിലല്ല, അതല്ല എൻ്റെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ചതാണെന്നൊക്കെ പറയും കേട്ടോ സച്ചി. അപ്പോൾ പറയും നിൻ്റെ എല്ലാ ഫ്രണ്ട്സിനൊന്നും ഇപ്പോൾ എനിക്കറിയില്ലല്ലോ, അതുപോലെ തന്നെയാണ് അറിയാം. അപ്പോൾ നമ്മുടെ രേവതി എൻ്റെ അയൽവക്കത്തും ഒരു താത്തണ്ട്, അവർ ഞങ്ങൾക്ക് ഇങ്ങനെ പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ ഭക്ഷണം ബിരിയാണി നെയ്ച്ചോറൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. ഞങ്ങൾ ഓണാകുമ്പോൾ അവർക്ക് പായസവും സദ്യയൊക്കെ ഞങ്ങളും കൊടുക്കാറുണ്ട് പറയും. അതുപോലെ തന്നെയാണ് എനിക്കും, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബക്കറ്റിലാക്കി തന്നത് പറയും. പക്ഷേ ബിരിയാണി ഒന്നും ഒട്ടും ബാക്കി ഉണ്ടായില്ല, എല്ലാം കഴിഞ്ഞു. ഞാൻ ഈ ബക്കറ്റിൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ബാക്കി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷെ എല്ലാം തീർന്നു കേട്ടോ എന്ന് പറയുമ്പോൾ അതതിൻ്റെ രുചി. പിന്നെയും സച്ചി ഹോട്ടലിൻ്റെ കാര്യം എടുത്തിടുമ്പോൾ പറയും എനിക്ക് നല്ല സംശയമുണ്ട് സച്ചിയുടെ, സത്യം പറ ഇത് ഹോട്ടലിൽ നിന്ന് മേടിച്ചതല്ലേ, എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിന്ന് മേടിച്ചതല്ലേ അറിയുമ്പോൾ പറയും നീ എന്നെ വിടുന്ന ലക്ഷണമല്ല അല്ലേ. എന്നിട്ട് സച്ചി രവതിനെ അങ്ങനെ പിടിച്ച് കറക്കുകയാണ്. അപ്പോൾ രേവതി പറയും നിർത്തി എന്തായി കാണിക്കണേ, എനിക്ക് തല ഇറങ്ങുമെന്നറിയാം. അപ്പോൾ പറയുക സത്യം പറ സച്ചിട്ട് അറിയുമ്പോൾ അപ്പോൾ അതെ എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അതിൻ്റെ മുകളിൽ എൻ്റെ ഒരു 1500 പോയി, എന്നാലും കുഴപ്പമില്ല. അമ്മ കഴിക്കാത്തതുകൊണ്ട് അച്ഛനും കഴിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി രേവതി, അച്ഛൻ വയ്യാത്ത ആളല്ലേ. അപ്പോൾ അച്ഛനും കൂടെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണ് ഞാൻ, അല്ലാതെ വേറൊന്നുമല്ല. അച്ഛന് പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും, അത് അമ്മ ആലോചിക്കേണ്ട. അമ്മ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ ബിരിയാണി ആകുമ്പോൾ എന്തായാലും അമ്മ കഴിക്കും, അപ്പോൾ അച്ഛനും കഴിക്കുമല്ലോ, അതുകൊണ്ടാണ് അറിയാം. അപ്പോൾ പറയും സച്ചിയേട്ടാ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി ഇവിടെ ബെഡിൽ പിടിച്ചിരുത്താണ്. അപ്പോൾ പറയും ഒരു കാര്യം ചോദിക്കട്ടെ അറിയുമ്പോൾ നീ ചോദിക്കുക എന്നറിയും. സച്ചിയേട്ടൻ അച്ഛന് വേണ്ടി മാത്രമാണോ വാങ്ങിയത് എന്ന് ചോദിക്കും. അല്ല നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വാങ്ങിച്ചതല്ലേ. അതല്ല അമ്മ കഴിക്കാതിരുന്നല്ലേ സച്ചിയേട്ടന് നല്ല വിഷമല്ലേ, അപ്പോൾ അമ്മയും കൂടെ കഴിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടല്ലേ സച്ചിയേട്ടൻ വാങ്ങി പറഞ്ഞപ്പോൾ സച്ചിങ്ങനെ മിണ്ടാണ്ടിരിക്കുക. പറയേ സച്ചിയേട്ടാ എന്ന് പറയും. അപ്പോൾ പറയും അതെ, കാരണം എനിക്ക് ആദ്യം അന്ന ഊട്ടിയത് എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മ പട്ടിണി ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അപ്പോൾ അച്ഛനും അമ്മയും കൂടെ കഴിക്കട്ടെ എന്നുള്ളതിലാണ് വാങ്ങിച്ചത്, അതിൻ്റെ കൂടെ നമ്മളും കൂടെ കഴിക്കും, എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ എന്നറിയും. അപ്പോൾ പറയും സച്ചിയേട്ടന് എന്തൊരു സ്നേഹം എല്ലാവരോടും, പക്ഷെ അവരാരും തിരിച്ച് സച്ചിയേട്ടനെ സ്നേഹിക്കുന്നില്ലല്ലോ പറയും. അതൊക്കെ പോട്ടെ രേവതി, അവരാരും സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് അവരോടൊക്കെ ഒരുപാട് സ്നേഹമാണ്, അവരാരും സ്നേഹിച്ചിട്ടില്ലെങ്കിലും സാരമല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും എൻ്റെ ഭാഗ്യമാണ് സച്ചിയേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത്, അതാണ് എനിക്ക് ഏറ്റവും വലിയ പുണ്യം അതാണെന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ അതെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നീ എനിക്കൊരു സമ്മാനം തരണ്ടേ അറിയും. സമ്മാനമോ, എന്ത് സമ്മാനം എന്ന് ചോദിക്കും രേവതി. അപ്പോൾ അത് പിന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ ഉമ്മയൊക്കെ അങ്ങനെ ചെല്ലുമ്പോൾ അവൾ പിടിച്ചൊരൊറ്റ തള്ള അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ പോയിട്ട് കട്ടലിൻ്റെ മുകളിൽ പോയി തല അടിക്കണ്ടേ, അയ്യോ എൻ്റെ തല പോയേന്ന് അറിയും. അപ്പോൾ പറയും സച്ചിയേട്ടനെ പിന്നെ ട്രിപ്പ് ഉണ്ട് എന്നല്ലേ പറഞ്ഞു, വേഗം പോയാട്ടെ എന്ന് പറയും. അപ്പോൾ പറയും ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ്. പിന്നെ കാണുന്നത് നമ്മളുടെ രേവതിയല്ല മറ്റേ ശ്രുതി ഇങ്ങനെ ആകെ വരണ്ടിരിക്കുകയാണ്. മീരയോട് പറയുക. അപ്പോൾ മീര പറയും നീ ഈ നാട് വിട്ട് പോയിക്കോ, നീ അന്യ സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അന്യ നാട്ടിലേക്കോ വെളിപ്രദേശത്തേക്കോ വെളിനാട്ടിലേക്കൊക്കെ എവിടെയെങ്കിലും പോയിക്കോ, അല്ലാണ്ട് നീ ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട എന്നറിയാം. നിനക്കെന്താ മീര വട്ടായോ തലയ്ക്കും, അല്ലാണ്ട് നീ ഇനി എന്താ ചെയ്യുക, നീ എന്തുമാത്രം നുണകളാണ് പറഞ്ഞത്, ഇനി നീ എവിടുന്ന് ഒരു അച്ഛനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നീ ആദ്യമേ പറയായിരുന്നു അച്ഛൻ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു എന്തെങ്കിലും പറയണമായിരുന്നു, ഇപ്പം ഇല്ലാത്ത അച്ഛനെ ഉണ്ടാക്കണം. അപ്പോൾ പറയും പിന്നെ അവർക്ക് വേറൊന്നുമില്ല, അച്ഛൻ വരണമെന്നൊന്നും ഇല്ല മീര. അതായത് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പിന്നെ സ്വത്തുകൾ വേണം, സ്വർണം വാങ്ങിക്കണം, പണം വാങ്ങിക്കണം, അത്രയൊക്കെ തന്നെയുള്ള അവരുടെ മനസ്സിലല്ലാണ്ട് ഇപ്പം അച്ഛൻ വരണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല, ആ പൈസ ഉണ്ടാക്കണം പറയും. അപ്പോൾ നീ ഇത് എത്ര കടം വാങ്ങുന്നത്, നിനക്ക് ഒരുപാട് പൈസ കടമായില്ലേ, ഇതൊക്കെ എങ്ങനെ വീട്ടിൽ തീർക്കാനാണ് എന്ന് ചോദിക്കുകയാണ്. അല്ലാണ്ട് എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഒരു വഴിയില്ലെങ്കിൽ നമുക്ക് ഇളയച്ചനെ ഇറക്കുക, അത് ബീരാനെന്നെ ഇറക്കുക, അല്ലാണ്ട് ഇപ്പോൾ വേറൊരു വഴിയില്ല. എന്ത് പറഞ്ഞിട്ടാണ് അപ്പോൾ ബീരാനെ ഇറക്കുക, എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ബീരാനെ ഇറക്കിയേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ അവർ എന്നെ വെച്ചേക്കിൽ അവരുടെ സ്വഭാവം എനിക്ക് അറിയുന്നതാണ്. ആ പേര് മാറ്റിയതിൽ തന്നെ അയമ കടന്ന് മറ്റേ വജ്രായുധം എടുത്തത് അവൾ ശ്രുതിക്ക് നന്നായിട്ടറിയാം. ഇല്ലെങ്കിൽ ഞാൻ ആ വീടിൻ്റെ പുറത്താണ്
സുധി എന്തായാലും എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ എനിക്ക് ഇതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് സുധിയും ഈ പൈസ കിട്ടും, ഈ 14 ലക്ഷം കിട്ടി സുധിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സുധി ശ്രമിക്കുന്നത്. സുധി എൻ്റെ കൂടെ നിൽക്കില്ല. അത് നേരെ മറിച്ച് സുധി എൻ്റെ കയ്യിലാണെങ്കിൽ എനിക്ക് പേടിയില്ലായിരുന്നു മീര. ഇതിപ്പോൾ സുധി അമ്മയുടെ കൂടെയാണ്. സുധി ഇപ്പോൾ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്ന ആ സ്വത്തൊന്നും പറഞ്ഞിരിക്കുകയാണ്, ഒരു ജോലിക്കും പോവാതെ. അപ്പോൾ അതിലാണ് ഞാൻ അകപ്പെട്ടത്. എല്ലാം എനിക്കൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും ഇനി എന്ത് ചെയ്യും നമ്മൾ, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഇളയച്ചനെ തന്നെ ഇറക്കാം, ബീരാനെ തന്നെ ഇറക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീരാനെ വിളിക്കുകയാണ്. ബീരാനെ വിളിക്കുന്ന സമയത്ത് ബീരാൻ വരികയാണ് അങ്ങോട്ട്, ഇവിടെ വീട്ടിലേക്ക് വരികയാണ്. പിന്നെ എന്താണ് ചന്ദ്രോദയത്തേക്ക് വരുന്നുണ്ട് ബീരൻ. അപ്പോൾ അങ്ങനെ വന്ന് കാറിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ വാതിൽ അടഞ്ഞ് കിടക്കണം, വീടിൻ്റെ ഫ്രണ്ട് വാതിൽ അടഞ്ഞ് കിടക്കണം. അപ്പോൾ വന്നിട്ട് പറയും ഇനിയും ജോഷി സാറ് പിന്നെ വീണ്ടും എന്നെ വിളിച്ചിരിക്കുക. ആദ്യത്തെ എന്തൊക്കെയോ പോയി, സാരല്ല പോട്ടെ, ഇത് ഞാനൊരു കലക്ക് ഇത് പിന്നെ എന്താണ് ഇപ്പോഴത്തെ അഭിനയം ഞാൻ കലക്കും, അടിപൊളിയാക്കും ഞാൻ, ജോഷി സാറിനെ എന്നെ കണ്ട് ഇഷ്ടപ്പെടണം എന്നൊക്കെ അങ്ങനെ സ്വയം അവിടെ നിന്ന് മുടിയൊക്കെ ഒന്ന് ശരിയാക്കി, എന്താ കാറിൻ്റെ ബെററിൽ നോക്കി മുടിയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇങ്ങനെ കയറി വരികയാണ്. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുക. അപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് കയറി വന്നിട്ട് അങ്ങനെ ഷൂസൊക്കെ തട്ടി മറിച്ച് അങ്ങോട്ട് ഇടുകയാണ്. അങ്ങോട്ട് ഇടുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കും. എവിടേക്കാണ് വാതിൽ തള്ളി നോക്കുക, നോക്കുമ്പോൾ ഇത് പൂട്ടിയിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ എന്നാൽ ശരി ഒന്ന് ബെല്ലടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വലത്ത് കയ്യിൽ തള്ളവരലൊക്കെ കൊണ്ടുവച്ച് ബെല്ലൊക്കെ അടിച്ച് ഇങ്ങനെ കുറേ നേരം ബെല്ലടിക്കുക. അപ്പോൾ ചന്ദ്രൻ ആരും ഈ നേരത്ത് വന്ന് ബെല്ലടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ സച്ചി അവിടെ ഉണ്ട്, സച്ചിയുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്, സച്ചി അവിടെ ഉണ്ട്. അങ്ങനെ ബെല്ലടിക്കുന്ന സമയത്ത് പിന്നെ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ചന്ദ്രനോട് പറയുന്നുണ്ട്, ഒരു പക്ഷേ ഹോട്ടലിൽ ഉണ്ടായ പ്രശ്നം അറിഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഹോട്ടലിലുണ്ടായ പ്രശ്നം അച്ഛൻ അറിയണേ, അതൊരു ചോദ്യമാണ്. ആ പൊട്ടത്തിയത് ആലോചിച്ചിട്ടില്ല. അതെങ്ങനെ നീ പറയേണ്ട അച്ഛൻ അറിയില്ലല്ലോ, അല്ലെങ്കിൽ ആര് പറഞ്ഞു പിന്നെ അവിടെ അല്ലെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നെ വന്നാൽ പോരെ, അതുകൊണ്ട് അമ്മാതിരി നമ്പറൊന്നും നീ എന്നോട് ഇറക്കണ്ടെന്ന് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇയാളെ പറഞ്ഞേക്കുന്നത് എന്ത് നമ്പറും കൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഇയാൾ വരുന്നുണ്ട്. വന്നിട്ട് നോക്കുമ്പോൾ ചന്ദ്ര പോയി വാതിൽ തുറക്കുക. കാരണം പിന്നെ ഇയാൾ വരുന്ന വിവരം ശ്രുതിയിട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പെട്ടെന്നാണ് ഇയാൾ കയറി വരുന്നത്, അതായത് കൊച്ചച്ഛനോ എന്താ അയാൾ. അപ്പോൾ പെട്ടെന്ന് വല്ലവർക്കും ഇയാളെ കാണുമ്പോൾ ഇയാളിങ്ങനെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രനെ. അപ്പോൾ പറയേ ഇളയച്ചൻ വരൂ എന്താ പെട്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുകയാണ്. കയറി വരൂ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അകത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ആ ഗൗരവത്തിൽ തന്നെ നിൽക്കുക. പെട്ടെന്ന് ഗൗരവം മാറ്റണം, കാരണം ക്യാമറ എവിടെ വെച്ചിരുന്നു ഇയാൾക്ക് അറിയില്ലല്ലോ. ക്യാമറ ഉണ്ട്, ഷൂട്ടിങ്ങാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇതിനിങ്ങോട്ട് എഴുന്നള്ളിക്കുന്നുണ്ട്. അതിൽ പെട്ടെന്ന് അവിടെ നിന്നിട്ടൊരു പൊട്ടാങ്കല്ല് കളിക്കുക, ഇങ്ങോട്ട് നോക്കി എന്തൊക്കെയോ കുറേ കാണിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഇയാളെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ, ആരാ ഇയാളെ വിളിച്ച് വരുത്തിയത്, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി നോക്കുന്നുണ്ട്. കൊച്ചച്ഛൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട്, എന്താണാവോ സംഭവം അറിയില്ല. അപ്പോൾ വീണ്ടും കൊച്ചച്ഛനെ ഇറക്കി ശ്രുതി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്രാവശ്യം. ഇനി അയാൾ പറയുന്ന വിടുവായത്തരം എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇന്നത്തെ ചെമ്മരിപ്പവും കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. കാരണം രേവതിക്കും സച്ചിക്കും ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഡോസ് കൊടുക്കുന്നുണ്ട്, അതിനുള്ളത് ഒന്നിച്ച് ഇങ്ങോട്ട് കിട്ടണമുണ്ട് തിരിച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെമ്പനീർപ്പൂ ആരും മിസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളുടെ എൻ്റെ ചാനൽ നിങ്ങൾ കഥ കേൾക്കണമെങ്കിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, ക്ഷമിക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ നിർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. പിന്നെ എന്താ പറയുക, കുറേ 2 വർഷം ആവാറായി ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. ഇതുവരെ പിന്നെ ഒരു മുന്നേറ്റം അല്ലാണ്ട് നിൽക്കണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടുമായിരുന്നു, ആദ്യം വേറെ വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു, അതൊന്നും അങ്ങനെ ഓടുന്നില്ല. പിന്നെ അമ്മ മരിച്ചതോടു കൂടിയാണ് പറ്റേ ഡിമ്മായത്. എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും ആരും ഇല്ലാണ്ടായിട്ടാണ് ഞാനിങ്ങനെ കഥ പറഞ്ഞിടാൻ തുടങ്ങിയത്. വേറൊന്നുമില്ല, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, നമ്മളൊക്കെ എല്ലാം നേരെ പോകുന്ന ചിന്തിക്കുന്ന ആൾക്കാരെ വളഞ്ഞ വഴി കൂടെ ഒന്നും പോകുന്നില്ല കേട്ടോ. എൻ്റെ കഥകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കഥ പറയുന്നത് ഇന്നത്തെ കഥ കണ്ടിട്ട് ആ കഥകൾ തന്നെയാണ് പറയുന്നതും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ മാത്രമല്ല, എനിക്കൊരു അനിയത്തിക്കുട്ടിയുണ്ട്, സുഖമില്ലാത്ത കുട്ടിയാണ്, അവളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.